LDF സ്ഥാനാർത്ഥി എം സ്വരാജിന് നിലമ്പൂരിൽ ആവേശോജ്വല സ്വീകരണം നൽകിയ LDF പ്രവർത്തകർ. LDFിന്റെ നേതൃത്വത്തിൽ സ്വീകരണത്തിന്റെ ഉജ്ജ്വലമായാണ് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയ എം സ്വരാജിനെ LDF പ്രവർത്തകരും മണികളുമെല്ലാം തന്നെ സ്വീകരിച്ചത്. റോഡ് ഷോ 2:30 തുടങ്ങാനിരിക്കുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള റോഡ് ഷോ ആയി മാറുകയാണ്. എം സ്വരാജിനെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്വീകരിക്കുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ അത്രയേറെ ആവേശത്തിലാണ് അണികൾ. ഇന്നലെ എം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച സമയത്ത് തന്നെ ആഹ്ലാദം മണപൊട്ടിയിരുന്നു നിലമ്പൂരിൽ. ഓരോരുത്തരായി വന്ന് കൂട്ടമായി ഒരു ജാഥയായി മാറുന്ന കാഴ്ച ഇന്നലെ തന്നെ കണ്ടതാണ്. അതേ കാഴ്ചയുടെ അതേ അനുകരണം തന്നെയായിരുന്നു ഇന്ന് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലും കണ്ടത്. അത്രയേറെ ആവേശത്തിൽ തന്നെയാണ് എം സ്വരാജ് സ്ഥാനാർത്ഥിയായി നിലമ്പൂരിലേക്ക്, അദ്ദേഹത്തിൻ്റെ സ്വദേശത്തേക്ക്, ജന്മനാട്ടിലേക്ക് LDFിനായി മത്സരിക്കാൻ എത്തുമ്പോൾ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുക, ഒരാൾ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ച്, പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ആവേശം നൽകുന്ന കാര്യമാണ്. ഇന്നലെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടി ചിഹ്നത്തിലാണ് നിലമ്പൂരിൽ സ്ഥാനാർത്ഥി, LDFിൻ്റെ സ്ഥാനാർത്ഥി മത്സരിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ പാർട്ടി പ്രവർത്തകരുടെ ആവേശം മണപൊട്ടിയതാണ്. ആ ആവേശത്തിന്റെ ഊർജ്ജസ്വലതയിൽ തന്നെയാണ് നിലമ്പൂരിൽ KT സ്വാലിഹ് കൂടെ ചേരുന്നുണ്ട്. നിലമ്പൂരിൽ നിന്ന് സ്വാലിഹ്, ഏത് രീതിയിൽ പോകുന്നു ഈ എം സ്വരാജിന്റെ സ്വീകരണ ചടങ്ങുകൾ, ആവേശ കാഴ്ചകൾ? വിനിഷ, ഉച്ച കഴിഞ്ഞാണ് റോഡ് ഷോ പറഞ്ഞിരുന്നതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ 10:32 ട്രെയിൻ എത്തിയത്. അപ്പോൾ തന്നെ വലിയ ആവേശത്തിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ എത്തി അദ്ദേഹത്തെ സ്വീകരിച്ച് നഗരത്തിലൂടെ കൊണ്ടുവരികയാണ്. വലിയ ആവേശം സഖാക്കൾക്കിടയിൽ, പാർട്ടി പ്രവർത്തകർക്കിടയിലെല്ലാം ഉണ്ട്, ഇടതുമുന്നണി പ്രവർത്തകർക്കെല്ലാം ഇടയിലുണ്ട്. ആ ആവേശത്തിൻ്റെ കാഴ്ചകളാണ് നമുക്ക് ഈ ഒരു പ്രകടനമായി വലിയ ആവേശത്തിൽ സ്ഥാനാർത്ഥിയുമായി മുന്നോട്ട് പോവുകയാണ്. സഖാക്കളെ, എങ്ങനെയുണ്ട്? പൊളി അടിപൊളി പരിപാടിയായി പോയി. ഉച്ച2 നമ്മൾ റാലി വെച്ചിരുന്നത്. ജനങ്ങൾ ഫുള്ള് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഫുള്ള് ടീമുകൾ എത്തി. ഒമ്പം പരിപാടിയായി. സ്വരാജ് സഖാവ് നന്ദി പറഞ്ഞു. ഇപ്പോൾ ചന്ദ്രന്ന് ഇവിടുന്ന് കുറച്ച് നേരത്തെ പറഞ്ഞു. അത്രേ ഉള്ളൂ, അത്രമാത്രം. പിന്നെന്താ, 100% ജയിച്ചിരിക്കും. തീർച്ചയായും ഒരു വലിയ വിജയപ്രതീക്ഷ ഉണ്ട്. സഖാവേ, തീർച്ചയായിട്ടും സ്വരാജ് ജയിക്കുന്നതിൽ യാതൊരു സംശയമില്ല. കാരണം ഞങ്ങൾക്ക് അർഹിച്ചൊരു നേതാവിനെ കിട്ടിയിട്ടുണ്ട്. കുഞ്ഞാലിക്ക് ശേഷം ഞങ്ങൾക്ക് സ്വരാജിനെ കിട്ടി. അത് ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ച് അദ്ദേഹത്തെ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ വിജയിപ്പിക്കാൻ പഴയ MLA ഞങ്ങളെ ഇല്ല, കാണുന്നില്ല, എവിടെയെന്നില്ല, ഒരു അറിയിപ്പുമില്ല. അതുകൊണ്ട് ഞങ്ങളത് ശ്രദ്ധിക്കാറില്ല. ഞങ്ങൾ ഇതിൽ ആണ് ഞങ്ങളെ ശ്രദ്ധ. തീർച്ചയായും പാർട്ടി പ്രവർത്തകർ പറയുന്നത് അവരുടെ ഒരു വലിയ ആവേശം എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ഉണ്ടായിരിക്കുന്നു. സഖാക്കളെ, എങ്ങനെയാണ്? ആവേശമുണ്ടോ? ആവേശം എന്ന് പറഞ്ഞാൽ ഇതിലേറെ വലിയ ആവേശം എന്താണ്? സ്വരാജിനെ പോലുള്ള ഒരു വ്യക്തി നിലമ്പൂർ മണ്ഡലത്തിൽ വരിക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, സർവ്വജനങ്ങൾക്കും ആവേശമാണ്. അതിൽ യാതൊരു തർക്കമല്ല. വലിയ ആവേശമാണ്. എവിടെ നിന്നാണ്? മലപ്പുറം ജില്ല രൂപീകരിച്ചതിന് ശേഷം ഞങ്ങൾ പാർട്ടി ചിഹ്നത്തിൽ 5ാമത്തെ പ്രാവശ്യം കിട്ടുന്നതാണ്. അത് ഞങ്ങൾ വലിയൊരു അഭിമാനം തന്നെയാണ്. അതിന് ഞങ്ങൾ ജീവൻ പണയം വെച്ചിട്ടാലും സ്വരാജിനെ ജയിപ്പിക്കും. അത്രേ പറയുള്ളൂ. പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നതിന്റെ ഞങ്ങൾക്ക് മലപ്പുറം ജില്ല രൂപീകരിച്ചിട്ട് 5ാമത്തെ പ്രാവശ്യമാണ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ അവസരം കിട്ടും. അതുകൊണ്ട് ഞങ്ങൾക്ക് 2 തവണ കുഞ്ഞാലിയായിരുന്നു അല്ലേ? 2 തവണ 65-ലും 67-ലും കുഞ്ഞാലിയായിരുന്നു. അതിനുശേഷം ദേവദാസ് പൊറ്റക്കാട് വന്നു. അതിനുശേഷം ശ്രീരാമകൃഷ്ണൻ വന്നു. ഇപ്പൊ 5ാമത്തെ പ്രാവശ്യം ഞങ്ങൾക്ക് ഈ നാട്ടുകാരനായ സ്ഥാനാർത്ഥിനെ തന്നെയാണ് കിട്ടി. ഈ നാട്ടുകാരനും കൂടിയാണ് സ്വരാജ്. സ്വരാജ് വന്നപ്പോ വലിയൊരു ആവേശം. അതെ, തീർച്ചയായിട്ടും. ഞാനൊക്കെ മടിച്ചിരിക്കുന്നു. ഒരു സ്വതന്ത്രനാണെങ്കിൽ ഇത്രയും ആവേശം എനിക്ക് ഉണ്ടാവില്ല. തീർച്ചയായും പ്രവർത്തകരൊക്കെ ഇങ്ങനെ സ്കൂട്ടറിലും മറ്റുമായി വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് സഖാവേ ആവേശം? ആവേശം ഉഷാറായിട്ട് വന്ന് ഇറങ്ങിയതാണ്. രാത്രി ട്രെയിനിന് 10:30. അപ്പൊ എല്ലാവർക്കും ഒരു ആവേശം തന്നെയാണ്. സ്വരാജ് വന്നപ്പോ വലിയ ഇരട്ടിയായോ? ഒന്നും കൂടി റെഡിയായി, ഉഷാറാണ്. തീർച്ചയായും. അൻവറിന്റെ നെഞ്ചത്തില്ല കുറ്റിയടി. അത് ഒന്നുമില്ല, വേറെ ഒരു ഇതുമില്ല. അൻവർ ഇതോടുകൂടി കേരള രാഷ്ട്രീയത്തിന് അപ്രതീക്ഷമാവും. ചെറിയ സഖാവിന്റെ പേരെന്താ? ഓ, കണ്ടോ സ്വരാജിനെ? കണ്ടോ സ്ഥാനാർത്ഥിയെ? കണ്ടോ? കൈ കൊടുത്തോ? അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു ഈ ആവേശമൊക്കെ? എങ്ങനെയുണ്ട് സ്കൂട്ടറില്? എങ്ങനെയുണ്ട് പാർട്ടി പ്രവർത്തകരൊക്കെ? ജയിക്കോ? ഇനി മൊത്തം ഇലക്ഷൻ പ്രചരണത്തിന് പോവില്ലേ? അതാണ് ഈ സ്കൂള് തുറക്കുന്നവരെ അല്ലേ? ഞായറാഴ്ചകളും ഉണ്ടാവും, എല്ലാ ദിവസവും ഉണ്ടാവും.
സ്കൂൾ തുറക്കുന്നവരെ ഇലക്ഷൻ പ്രചരണത്തിന് കൂടാനാണ് പറയുന്നത്. ഇങ്ങനെ പാർട്ടി പ്രവർത്തകരൊക്കെ ഒന്നടങ്കം വലിയ ആവേശത്തിൽ ഇങ്ങനെ വരുന്നു. സഖാവേ, എങ്ങനെയുണ്ട് ആവേശം? ആവേശം വളരെ ഇഷ്ടമാണ്. എന്താ ആവേശം ഉണ്ടാകാല്ലേ? ഇതിലും മേലെ എന്താ ആവേശം? എന്താ ആവേശം? നമ്മൾ ജയിക്കുവോ? പിന്നെ സൂപ്പറായിട്ട് 100% ഉറപ്പാണ്. ഈ പാർട്ടി ചിഹ്നത്തിലൊക്കെ മത്സരിക്കുന്നതിന്റെ ആവേശം പാർട്ടിക്കാർക്ക് പ്രത്യേകിച്ചുണ്ട്. അത് പ്രത്യേക ആവേശമാണ് ഇപ്പോൾ. കാരണം 19 വർഷമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു അവസരം. 19 വർഷ ആവേശമാണ് പാർട്ടി ചിഹ്നത്തിൽ വരുന്നത്. അപ്പം അതിൻ്റെ ആവേശം കൂടുതലുണ്ട്. ഇതാണ് ഇന്നലെ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നത് മുതൽ ആളുകളുടെ ഒരു വലിയ ആവേശം. പ്രത്യേകിച്ച് നിലമ്പൂർ വലിയ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ജനങ്ങളുള്ള ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുക, പാർട്ടി സ്ഥാനാർത്ഥി വരിക, അതൊക്കെ വലിയ ആവേശമുണ്ടാക്കുന്നതാണ്. നേരത്തെ വളരെ അപൂർവമായാണ് അത് ഈ സഖാവ് കുഞ്ഞാലിയുടെയൊക്കെ ഒരു ആവേശം നിലനിൽക്കുന്ന ഒരു മണ്ഡലമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ആവേശം നാട്ടുകാർക്കൊക്കെ ഈ ഇടതുമുന്നണി പ്രവർത്തകർക്ക് അത് നിലമ്പൂരിൻ്റെ മണ്ണിലുള്ള ഒരു ആവേശമാണ്. അത് ആളുകൾ ഇങ്ങനെ പങ്കുവെക്കുകയാണ്. നമുക്ക് കാണാം ഈ നഗരത്തിലൂടെ ഇപ്പോൾ ചന്തപ്പടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സഖാവ് നേരെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി. അല്പസമയത്തിനകം തന്നെ നേരെ കുഞ്ഞാലി സ്മാരകത്തിലേക്ക് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വലിയൊരു വിജയപ്രതീക്ഷ, വലിയൊരു ആഹ്ലാദം ആളുകളെല്ലാം തന്നെ പറയുന്നുണ്ട്. നോക്കൂ സ്വാലിഹ, 10:30 റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതാണ് എം സ്വരാജ്. 12 മണി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും ആ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് അവിടേക്ക് എത്തിയിട്ടില്ല. അത്രയേറെ ആളുകളുടെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടാണ്. ഇതല്ല റോഡ് ഷോ, ഉച്ചയ്ക്ക് ശേഷമാണ് റോഡ് ഷോ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോഴും ഉണ്ടാവില്ലേ? എന്താണ് സ്വരാജ് ഇതിന്റെ ഒപ്പം തന്നെയാണ്. ഇന്ന് ഫുള്ളല്ല, ഇന്നത്തെ പരിപാടിയുടെ. തീർച്ചയായും വിനിഷ, പാർട്ടി സഖാക്കളൊക്കെ വലിയ ആവേശത്തിൽ ഇതിൻ്റെ ഭാഗമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഇവരുടെയൊക്കെ ആവേശം നമുക്ക് ഇനിയും ചോദിക്കാം. കെ ടി സ്വാലിഹാണ് മലപ്പുറത്തുനിന്ന് നിലമ്പൂരിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള AC ഓഫീസിലേക്ക് കുഞ്ഞാലി സ്മാരക മന്ദിരത്തിലേക്ക് പോകുന്ന വഴിയിലുള്ള പ്രവർത്തകരുടെ ആവേശമൊക്കെ തത്സമയം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. സ്വരാജ് വിജയിക്കും, ഉറപ്പ്. സ്വരാജിന്റെ സഖാവിന്റെ വിജയം ഉറപ്പാണ്. വലിയ ആവേശത്തിൽ ഇവരൊക്കെ രാവിലെ മുതൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ വളരെ ആവേശത്തിലാണ്. സഖാവ് സ്വരാജ് ഇവിടെ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. LDF തുടരും, നിലമ്പൂർ വളരും. എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം വന്നപ്പോൾ ഭയങ്കര ആവേശമായി. ഭയങ്കര ആവേശം. അതാണ് ഞങ്ങളുടെ ഈ പ്രകടനം. രാവിലെ മുതൽ തന്നെ കണ്ടില്ലേ? സ്വരാജ് ഈ നാട്ടുകാരൻ കൂടിയാണ്. അതെ അതെ അതെ. കഴിഞ്ഞ ഈ ഭരണകാലത്ത് കഴിഞ്ഞ MLA ex-MLA നേതൃത്വത്തിൽ ex-MLAക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നടപ്പാക്കിയ നിലമ്പൂർ മണ്ഡലത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് നടപ്പാക്കിയ വികസന പദ്ധതികൾ, കോടിക്കണക്കിന് പദ്ധതികളാണ്. ഒന്നും വേണ്ട, ഇപ്പൊ തൊട്ടടുത്തുള്ള നമ്മളെ ഗവൺമെന്റ് മാനവേദൻ ഹൈസ്കൂള്, അതിലൊക്കെ നല്ല വികസനത്തിലാണ്. അതൊക്കെ മതി നമ്മുടെ എന്താ പറയാ പ്രബുദ്ധരായ നിലമ്പൂരിലെ വോട്ടർമാർ LDFന് വോട്ട് ചെയ്യാൻ. തീർച്ചയായും ഇവിടുത്തെ വികസനങ്ങളൊക്കെ പൊതുവിൽ ചർച്ചയാവുമെന്നാണ് പറയുന്നത്. LDFന് വലിയ പ്രതീക്ഷയായോ? പിന്നെ ഞങ്ങൾ പ്രതീക്ഷയിൽ തന്നെയാ. ജയിക്കും, ഞങ്ങളെ ജയിക്കും. പ്രതീക്ഷകൾ ഒരുപാടല്ലേ? പ്രതീക്ഷിക്കാൻ വികസനങ്ങൾ കണ്ടില്ലേ, അതുപോലെ തന്നെ സ്കൂൾ കണ്ടില്ലേ, ഇനി എന്ത് വേണം? അതുപോലെ തന്നെ ഏതൊരാളുടെ വീട്ടിലും നമ്മൾ കൈ നിറയെ നമ്മൾ കൊടുക്കുന്നില്ലേ പെൻഷൻ, അതുപോലെ അതന്നെ ഞങ്ങളെ വികസനം. ശരി, വലിയ ആവേശത്തിലാണ് നിലമ്പൂരിലെ വോട്ടർമാർ. എം സ്വരാജ് സ്ഥാനാർത്ഥിയായി LDF സ്ഥാനാർത്ഥിയായി ജന്മനാട്ടിലേക്ക് മത്സരിക്കാൻ എത്തുന്നു എന്നറിഞ്ഞതോടുകൂടി ആവേശം മറ്റൊരു തലത്തിലേക്ക് മാറിയിരിക്കുന്നു. രാഷ്ട്രീയ പോരാട്ടത്തിന് കളമൊരുങ്ങുമ്പോൾ നിലമ്പൂരിൽ വലിയ ആവേശത്തിലാണ് അണികളെല്ലാം തന്നെ. പ്രത്യേകിച്ച് പാർട്ടി ചിഹ്നത്തിൽ എം സ്വരാജിനെ പോലുള്ള ആ വ്യക്തിയുടെ പ്രഭാവം മറ്റൊരു വിധത്തിൽ തന്നെയാണ് നിലമ്പൂരിൽ പ്രതിഫലിക്കാനിരിക്കുന്നതും.